Hello everyone. നമ്മുടെ ഫസ്റ്റ് മൈക്രോസ്കോപ്പ് ലൈറ്റ് മൈക്രോസ്കോപ്പ് ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ കമ്പോണൻസ് ഒക്കെ പറയുമ്പോൾ പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ട് പഠിക്കണം. സോ ഫസ്റ്റ് നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലൈറ്റ് മൈക്രോസ്കോപ്പ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയാം, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയാം. സോ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ തന്നെ ഉള്ളതാണ് ഡാർക്ക് ഫീൽഡ് ഒക്കെ, പക്ഷെ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ പഠിക്കാനുണ്ട്. സോ നമ്മളിത് കോമൺ ആയിട്ട് നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ് ഇപ്പം പഠിക്കുന്നത്. ബ്രൈറ്റ് ഫീൽഡ് ഇപ്പം ലൈറ്റ് ആണ് അവിടെ സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ ആയിട്ട് ലൈറ്റായി യൂസ് ചെയ്യുന്നത്, ഫീൽഡ് ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ ലൈറ്റ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഓർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നും പറയാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മീൻസ് മോർ ദാൻ 2 ലെൻസസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് മാഗ്നിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നും പറയാം. ഇതൊക്കെ നിങ്ങൾ സാധാ നിങ്ങളുടെ ലാബിൽ കാണുന്ന മൈക്രോസ്കോപ്പ് ആണ്. സോ ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഇറ്റ്സ് ഫോം ഡാർക്ക് ഇമേജ് അഗെയിൻസ്റ്റ് ബ്രൈറ്റർ ബാക്ക്ഗ്രൗണ്ട്. ഡാർക്ക് ഇമേജ് ഡാർക്ക് ആയിരിക്കും, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, ബ്രൈറ്റർ ആയിരിക്കും. However, this method has some limitation. കുറച്ച് ഈ ഒരു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ചില ഒബ്ജക്റ്റ് ഒന്നും ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യില്ല. ഓക്കെ, ബിക്കോസ് മെനി ഒബ്ജക്റ്റ് സച്ച് ആസ് മൈക്രോ ഓർഗാനിസം ഓർ ടിഷ്യൂ സെൽസ് ആർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ദേ ഗിവ് പുവർ കോൺട്രാസ്റ്റ് വിത്ത് ബ്രൈറ്റ് സോഴ്സസ് ഓഫ് ലൈറ്റ് and are not clearly visible unless they are stained with colored dye. So ചില ഒബ്ജക്റ്റ് ഒക്കെ കളർ ഡൈ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്താലേ നന്നായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻ എന്തിലുണ്ട്, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിലുണ്ട്. ഓക്കെ, ആൻഡ് സിൻസ് മോസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക് ലീഡ്സ് ടു ഡെത്ത് ഓഫ് ലിവിങ് സെൽസ് ഓർഗാനിസം. സോ ഈ ബ്രൈറ്റ് ഫീൽഡിൽ നമ്മൾ ഓർഗാനിസത്തിനെ കില്ല് ചെയ്തിട്ടാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. സോ ആ ലിവിങ് സ്റ്റേറ്റിലുള്ള ഓർഗാനിസം ഒന്നും നമുക്ക് ഈ ഒരു ബ്രൈറ്റ് ഫീൽഡിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാനോ വ്യൂ ചെയ്യാനോ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഒബ്സർവ് ദ ഒബ്ജക്റ്റ് ഇൻ എ ലിവിങ് സ്റ്റേറ്റ്. ഇത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഫീൽഡ് ഉണ്ടാവുക. നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ, ക്ലിയർ ആയിട്ട് ആ സെല്ലിന്റെ സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ ഒന്നും നമുക്കത് ക്ലിയർ ആയിട്ട് പഠിക്കാനോ വ്യൂ ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥ വരും. സ്റ്റെയിനിങ്ങും ചെയ്യാം, സ്റ്റെയിൻ ചെയ്താലും അതിന് നമുക്ക് ആ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യണം. സോ ആ ലിവിങ് സ്റ്റേറ്റിലുള്ള ഓർഗാനിസത്തിന് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇന്നത്തെ ക്ലാസ്സിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ ജസ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ എന്ത് വരാം, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് വരാം, ഓർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഓർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇത് മൂന്ന് ചോദിച്ചാലും ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈ മൈക്രോസ്കോപ്പിന്റെ മെയിൻ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ, മാഗ്നിഫൈ ദി ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജിന് നന്നായിട്ട് മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് കാണാനാണ് എന്ത്, മൈക്രോസ്കോപ്പ് അല്ലേ. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്, ഏത് രണ്ട് ലെൻസ് ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ combined action of two lenses, objective lenses and eyepiece lenses. Objective lens near the object and eyepiece lens near the viewer's eye. Okay, and bright field microscope consists of മെയിൻ ആയിട്ട് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ മെയിൻ പാർട്സ് മീൻസ് എന്താണ്, ലൈറ്റ് സോഴ്സ്, കണ്ടൻസർ ആൻഡ് സ്റ്റേജ്. ഈ രണ്ട് മാഗ്നിഫൈങ് ലെൻസസ് ഉണ്ട്, അതായത് ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ട്, ഐ ലെൻസ് ഉണ്ട്. അത് കൂടാതെ മെയിൻ ആയിട്ടുള്ള ഈ ലൈറ്റ് സോഴ്സ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച ഐറിസ് ഡയഫ്രം ഉണ്ട്, ആൻഡ് സ്റ്റേജും ഉണ്ട് അല്ലേ. കണ്ടൻസർ ദാറ്റ് ഫോക്കസ് ദ റേ ഓഫ് ലൈറ്റ് ഓൺ ദി സ്പെസിമെൻ, സ്റ്റേജ് ഓൺ വിച്ച് specimen is placed. The specimen to be viewed with a light microscope has to sufficiently thin. നല്ല തിൻ സ്പെസിമെൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ തിൻ സ്മിയർ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ദാറ്റ് ക്യാൻ ബി എങ്കിൽ മാത്രമേ ലൈറ്റ് ക്യാൻ പാസ് ത്രൂ ഇറ്റ്, ലൈറ്റിന് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് സം ലൈറ്റ് ഈസ് അബ്സോർബ്ഡ്.
ഇത് ലൈറ്റ് മൈക്രോസ്കോപ്പ് നമ്മൾ സ്റ്റേജിൽ നമ്മൾ സ്ലൈഡ് വെച്ചു, അതിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ സം ലൈറ്റ് ഈസ് അബ്സോർബ് while passing through this specimen and a contrast may be produced. ചിലത് ചില ഒബ്ജക്റ്റ് കാണാൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഇമേജ് നമുക്കൊരു ഫീൽഡിൽ തന്നെ ഫോം ചെയ്യും. ആൻഡ് എ കോൺട്രാസ്റ്റ് മേ ബി പ്രൊഡ്യൂസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ലൈറ്റ് അബ്സോർപ്ഷൻ ബൈ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി സ്പെസിമെൻ. ഓക്കെ, ഒരു സെയിം ഇമേജ് ഒരു ഇമേജിൽ തന്നെ ഡിഫറെൻറ്റ് ഇമേജ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ട്? ആ ഒരു ഇമേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, however the optical system of bright light microscope does not reveal much contrast in unstained preparation. Therefore contrast need to be enhanced with staining. Contrast എപ്പോഴാണ് കൂടുന്നത്? ഈ സ്റ്റെയിനിങ് ചെയ്ത് ഒബ്ജക്റ്റ് ഒക്കെ വ്യൂ ചെയ്യുമ്പോഴാണ് അവിടെ കോൺട്രാസ്റ്റ് ഇമേജ് നമുക്ക് കിട്ടുക. ഓക്കെ, എ മൈക്രോസ്കോപ്പ് ഈസ് എ മാഗ്നിഫൈങ് ഇൻസ്ട്രുമെന്റ്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിനെ നന്നായിട്ട് മാഗ്നിഫൈ ചെയ്തിട്ട് കാണാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോസ്കോപ്പ്. ദ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദി മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇസ് ഫസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെൻസ് ക്ലോസ് ടു ദി ഒബ്ജക്റ്റ് ഇസ് കോൾഡ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ സ്ലൈഡിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ ആരാ ഫസ്റ്റ് മാഗ്നിഫൈ ചെയ്യുന്നത്? കുറച്ചും കൂടി എൻലാർജ് ചെയ്തിട്ട് കാണുന്ന ഏത് ലെൻസാണ്? ഒബ്ജക്റ്റീവ് ലെൻസ്. ദിസ് കളക്ട് ലൈറ്റ് ഫ്രം ദി സ്പെസിമെൻ ആൻഡ് ഫ്രോം ദി പ്രൈമറി ഇമേജ്. ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൈമറി ഇമേജ് കിട്ടുന്നത്. ഓക്കെ, സ്റ്റേജിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പുറത്തു വരുന്ന ലൈറ്റിനെ ആര് കളക്ട് ചെയ്യും? ഒബ്ജക്റ്റീവ് ലെൻസ് കളക്ട് ചെയ്യും. അവിടെ എന്ത് ഫോം ചെയ്യും? പ്രൈമറി ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, a second lens near the eye called eyepiece, or it's also known as ocular lens, enlarge the primary image, converting it into one that can enter the eye. Okay, so second image അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ആരാ നൽകുന്നത്? മാഗ്നിഫൈ ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഐ പീസിന്. അത് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രൈമറി ഇമേജിനെ വീണ്ടും എൻലാർജ് ചെയ്യുകയാണ് ഈ ഐ പീസ് ലെൻസ്. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് ഓഫ് ഐ പീസ് ഗിവ് ദ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ. ഒരു മൈക്രോസ്കോപ്പിന് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐ പീസിന്റെ മാഗ്നിഫൈങ് പവർ ഇൻറ്റു ഒബ്ജക്റ്റീവിന്റെ മാഗ്നിഫൈങ് പവർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോ പവറിന്റെ മാഗ്നിഫൈങ് പവർ ദാറ്റ് ഈസ് 10x ആണ്. ആൻഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഐ പീസ് 10x ആണ്. സോ അവിടെ കിട്ടുന്ന ടോട്ടൽ മാഗ്നിഫിക്കേഷൻ പവർ 100x അല്ലേ? ഹൈ പവറിന്റെ മാഗ്നിഫൈങ് പവർ 40x ആൻഡ് നമ്മുടെ ഐ പീസിന്റെ 10x, കോമൺലി യൂസ് ചെയ്യുന്ന ഐ പീസ് 10x. സോ അവിടെ കിട്ടുന്നത് 400x magnification. And oil immersion magnifying power 100x. And നമ്മൾ commonly യൂസ് ചെയ്യുന്ന eyepiece 10x. And അവിടെ കിട്ടുന്ന ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 1000x. അപ്പോൾ കൂടുതൽ മാഗ്നിഫിക്കേഷൻ പവർ ഏത് ഒബ്ജക്റ്റീവ് യൂസ് ചെയ്താലാണ് കിട്ടുക? ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് അല്ലേ? അപ്പോൾ മാഗ്നിഫിക്കേഷൻ പവർ ആ ഒബ്ജക്റ്റീവിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടതല്ലേ? ആൻഡ് ഇതാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ആദ്യം പ്രൈമറി ഇമേജ് ഇവിടെ ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യും, ദെൻ ഐ ലെൻസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് റിയൽ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രം കൂടി നിങ്ങൾ വരയ്ക്കണം. ഈ ഒരു ഡയഗ്രം. ഓക്കെ, ദ ഒബ്ജക്റ്റീവ് ലെൻസ്, ഒബ്ജക്റ്റീവ് ഇവിടെ ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലെൻസ് പോയിട്ട് മാഗ്നിഫൈ ചെയ്തിട്ട് ഫസ്റ്റ് ഇമേജ് ദാറ്റ് ഈസ് പ്രൈമറി ഇമേജ് ഫോം ചെയ്യും. ബട്ട് അത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. പിന്നെ അത് ഐ പീസ് ലെൻസ് കളക്ട് ചെയ്ത് റിയൽ ഇമേജ് അവിടെ കിട്ടും. ഓക്കെ, ഇത് വേണമെന്നില്ല, ആദ്യത്തെ ഡയഗ്രാം വരച്ചാലും മതി. ഇത് സെയിം തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ്. ഇത് സെയിം ആണ്. നമ്മൾ ഈ ലോ പവറിലും ഹൈ പവറിനൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. ബട്ട് ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് വരുമ്പോൾ പ്രിൻസിപ്പിൾ ഒക്കെ സെയിം ആണ്, പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് അവിടെ ഉണ്ട്.
എന്താണ് ആ ഡിഫറൻസ്? നമ്മൾ ആ സ്റ്റേജിൽ വെക്കുന്ന സ്ലൈഡിൻ്റെയും ഒബ്ജക്റ്റീവിൻ്റെയും ബിറ്റ്വീനിൽ എന്ത് ആഡ് ചെയ്യും? ഓയിൽ ആഡ് ചെയ്യും, ഇമേർഷൻ ഓയിൽ ആഡ് ചെയ്യും. അതെന്തിനാ ആഡ് ചെയ്യുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, when a beam of light passes from air into glass, എയറിന് ഗ്ലാസ്സിലേക്ക് പാസ് ചെയ്യുമ്പോൾ it is bent. When it passes back from glass to air, it's bent again to its original direction. Okay, the bending effect on the objective can be avoided by replacing the air between the specimen and the lens with the oil, which has the same optical properties of glass. That oil is known as immersion oil. വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താൽ പോരാ, സെയിം ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ഗ്ലാസിൻ്റെ സെയിം ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ഓയിൽ തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ലൈറ്റിനെ അബ്സോർവ് ചെയ്യൂ. സോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓയിലാണ് ഇമേർഷൻ ഓയിൽ. ഓക്കെ, ബൈ കളക്ടിങ് എക്സ്ട്രാ ഒബ്ലിക് ലൈറ്റ്, the oil provides better resolution and brighter image. Okay, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഫുൾ എമൗണ്ട് ഓഫ് ലൈറ്റിന് ആര് കളക്ട് ചെയ്യും? ആ ഓയിൽ അവിടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് കളക്ട് ചെയ്യും. സോ ഒരു ക്ലിയർ ഇമേജ് നമുക്ക് ലാസ്റ്റ് കിട്ടും. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. ഇവിടെ ഒരു ഓയിലും ഈ ഒരു ബിറ്റ്വീനിൽ ആഡ് ചെയ്തിട്ടില്ല. സോ ചില ലൈറ്റൊക്കെ ബെൻഡ് ചെയ്യും, കുറച്ച് ലൈറ്റ് മാത്രമേ ഈ ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് എൻ്റർ ചെയ്യൂ. ബട്ട് ഈ ഓയിൽ ഇമേർഷൻ ഒബ്ജക്റ്റീവിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഇമേർഷൻ ഓയിൽ ആഡ് ചെയ്യും. സോ ഇമേർഷൻ ഓയിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എയർ വഴി ലൈറ്റ് ഒന്നും പുറത്തേക്ക് എൻ്റർ ചെയ്യില്ല. ആ എയർ ഒക്കെ അവിടെ തന്നെ നിന്നിട്ട് ആ ഫുൾ എമൗണ്ട് ഓഫ് ലൈറ്റ് ഒബ്ജക്റ്റീവിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ഇത് സെയിം തന്നെയാണ്, ലൈറ്റ് ഇവിടത്തേക്ക് എൻ്റർ ചെയ്യുക. സോ നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചാലും മതി. ഇമേർഷൻ ഓയിലിന്റെ പ്രിൻസിപ്പിൾ എന്നിട്ട് ഈ ഡയഗ്രാം വരയ്ക്കുക, ഈ ഒറ്റൊരു ഡയഗ്രാം വരച്ചാൽ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഡയഗ്രാം ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡയഗ്രാം മതി. ലൈറ്റ് ഈ ഓയിൽ ഇവിടെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റ് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും. ബട്ട് ഇതിന്റെ കേസിൽ ഡീവിയേറ്റ് ചെയ്യും, ലൈറ്റ് ഓഫ് റേ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ജസ്റ്റ് ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ മാത്രമേ ഈ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.